തേങ്ങാച്ചോറിൻ്റെ കൂടുതൽ സെർവ് ചെയ്ത് കോഴി പൊരിച്ചതിൻ്റെ റെസിപ്പിയാണിത്. ഈ റെസിപ്പി തയ്യാറാക്കാൻ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ബോൺലെസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചിക്കൻ വിത്ത് ബോൺ, അങ്ങനെ ഇല്ലെങ്കിൽ ചിക്കൻ തൈ ബോൺലെസ് ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാം. മാരിനേഷൻ ചെയ്യാനായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, സ്ലൈസ് ചെയ്ത പച്ചമുളക്, സ്ലൈസ് ചെയ്ത സവോള, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല. പിന്നെ നമുക്ക് അരിപ്പൊടി മാത്രം മതി. ഡസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലേശം നാരങ്ങ നീരും അതിൻ്റെ കൂടുതൽ ലേശം വെള്ളം തെളിച്ച് നമുക്കൊന്ന് മാരിനേഷൻ സെറ്റാക്കി എടുക്കാം. ഈ മാരിനേഷൻ റെഡിയായതിനു ശേഷം മിനിമം ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. വേണമെങ്കിൽ കുറച്ച് കേടും കൂടി നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. എപ്പോഴും ചിക്കൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഈ ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം ടെമ്പറേച്ചർ ഒന്ന് കുറയും. എന്ന് പതിയെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്താൽ മതി നമ്മുടെ ടെമ്പറേച്ചർ. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം. സൈഡിലൊക്കെ ഉണ്ട് ഈ കറിവേപ്പില, പച്ചമുളക്, സവോള എല്ലാം കൂടെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ചിക്കൻ ഫ്രൈ റെഡിയാണ്. നല്ല തേങ്ങാച്ചോറുടെ കൂട്ടത്തിൽ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്.